ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. രാവിലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ച് വയ്യാകെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ ഒന്നും എടുക്കാൻ നിന്നില്ല. ഉച്ചയ്ക്കൊന്ന് ഒരു ക്ലിയർ ആയപ്പോൾ വേഗം പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് കൊല്ലങ്കോട് ടൗൺ ഒരു വണ്ടിയിൽ പോകണമെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴുകുമ്പോഴത്തേക്ക് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം. അരിയൊക്കെ കഴുകിയിടുകയാണേ. പിന്നെ മീനൊക്കെ നല്ലപോലെ വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് വലിയ മീനാട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കറിയും വെച്ച് കുറച്ച് വറുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഏട്ടനില്ല കേട്ടോ, ഏട്ടൻ വർക്കിലാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏട്ടൻ വരാറുള്ളൂ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെ പണിയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീഷോന്ന് ഒരു ഓയിൽ ഡിസ്പെൻസർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഞാൻ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ ഒരേപോലെ തന്നെ ചെയ്യാം, മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, വെന്തയം, കടുക്, ജീരകം, ചെറിയുള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നല്ലപോലെ ഇട്ട് വഴണ്ട് വന്ന ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ വഴണ്ട് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഞാൻ വാളൻ പുളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, കുടംപുളി യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഈ കൊല്ലങ്കോട് ഭാഗത്തൊക്കെ അതാട്ടോ യൂസ് ചെയ്യാറ് അധികം. പിന്നെ വെള്ളം എത്ര ഒഴിച്ചിരിക്കണമെന്ന് ആരും വിചാരിക്കല്ലേ, അതിങ്ങനെ തിളച്ച് കുറുകി വരും. കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ അരപ്പ് ചേർക്കാം കേട്ടോ. തേങ്ങ അരച്ച് കുറച്ച് കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ട് ബാക്കി ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീനൊക്കെ വറക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഭയങ്കര ആലോചനയിലൊക്കെ ആയിരുന്നു, മീൻ വാങ്ങണോ വേണ്ടയോ എന്ന്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മീൻ കറിയൊക്കെ നല്ലപോലെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വിടണേ. എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ട്